ഞാൻ ഉയർത്തിപ്പിടിച്ചത് CPM-നകത്ത് സമീപ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു തെറ്റായ പ്രവണതക്കെതിരായിട്ടാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് CPM കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത്. ആ സാൽക്യാപ്പ് ഇനത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ ചർച്ച ചെയ്തു അധര വ്യായാമം നടത്തിയതിൽ കവിഞ്ഞു ഒരു തെറ്റും തിരുത്തിയില്ല. അതായത് സർക്കാർ എങ്ങനെ പോകണം എന്നതിനെ കുറിച്ചൊരു ചർച്ചയും പാർട്ടിയിൽ നടക്കാറില്ല. സമീപകാലത്ത് നടക്കാറില്ല. ഞങ്ങളൊക്കെ പാർട്ടിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനെ കാണാൻ ശ്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? MV ആ ധൈര്യം തീരെ ഇല്ല. MV ജയരാജനൊക്കെ എന്തായിരുന്നു നിലപാട്? പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി തളിപ്പറമ്പിൽ പയ്യന്നൂരുണ്ടായില്ലേ? MV ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിൽ PK ശ്യാമളയ്ക്കെതിരായ അഭിപ്രായം വളരെ ശക്തമായിട്ടുള്ള ചർച്ചയാണ്. ടി ഗോവിന്ദ മാഷുമല്ല, PK ശ്യാമളയുമല്ല, മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു അംഗീകരിക്കുമായിരുന്നു. തീർച്ചയായും ഞാൻ മത്സര രംഗത്തേ ഉണ്ടാവില്ല. ശ്യാമളയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ എന്താണ് കാരണം? അത്ര വലിയ താത്വികാചരനാണ് ഗോവിന്ദ മാഷ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. സ്നേഹത്തിന്റെ ഒരു മുഖവും ഇല്ല എന്നുള്ളത് മാഷ് പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ധാർഷ്ട്യം അത് പിണറായി വിജയന്റെ ഒരു ശൈലിയിലും ഉണ്ട്. ആ ധാർഷ്ട്യം അത് MV ഗോവിന്ദനിലും ഉണ്ട്. അത് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ വരെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് ആവാൻ CPM ആവണമെന്നില്ല. CPM-ന് തിരിച്ചുവരവ് സാധ്യമാണോ? പിന്നെ ടീച്ചറെ ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെയല്ല മത്സരിപ്പിക്കേണ്ടത്. എന്തിനാണ് ടീച്ചറെ മറ്റൊരു മാറ്റിയത്? KR ഗൗരിയമ്മയെ പോലുള്ള വലിയ ആളുകൾ, അവരൊക്കെ പാർട്ടിയെ തിരുത്തിക്കൊണ്ടു പോയ ആളുകളാണ്. ഞാൻ അവഗണിക്കപ്പെട്ട ഒരാളായിരുന്നില്ല എന്നാണ് തളിപ്പറമ്പിലെ വോട്ടർമാർ വിധി കൽപ്പിച്ചത്. UDF-ന്റെ ഇത്തവണത്തെ വിജയം എന്ന് പറയുന്നത് CPM-ന്റെ അണികൾ കൂടി, ഇടതുപക്ഷത്തിന്റെ അണികൾ കൂടി ചേർന്നുണ്ടാക്കിയ ഒരു വലിയ വിജയമാണ്. G. സുധാകരനും TK ഗോവിന്ദൻ മാഷും V. കുഞ്ഞികൃഷ്ണനും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു തരംഗം. തളിപ്പറമ്പിന്റെ നിയുക്ത MLA TK ഗോവിന്ദൻ മാഷാണ് എനിക്കൊപ്പം. നമസ്കാരം. ഒരു വലിയ വിജയമാണ് UDF-നുണ്ടായത്. 102 സീറ്റ്. CPM ആകെ തകരുന്നൊരവസ്ഥയിൽ, CPM മാത്രമല്ല ഇടതു മുന്നണി ആകെ തകരുന്നൊരവസ്ഥയിലേക്ക് എത്തി. ആ ഒരു വലിയ വിജയത്തിൻ്റെ വാർത്ത കേട്ടപ്പോൾ ഒരു ചെറിയ നൊമ്പരം ഉണ്ടായോ? പഴയ CPM തൻ്റെ സ്വന്തം പാർട്ടിയാണ്, അത് ഇത്രയും പരാജയപ്പെടുമെന്നും ഇത്രയും തകർന്നു പോകുമെന്ന് കരുതിയിരുന്നു. UDF ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള എൻ്റെ നിരീക്ഷണം എന്ന് മനസ്സിലായിട്ടുള്ളത്. അത് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എങ്കിലും UDF തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മനസ്സിലായിട്ടുള്ളത്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ CPM വോട്ടുകൾ UDF-ന് കിട്ടി. തളിപ്പറമ്പ് പയ്യന്നൂർ മാത്രമല്ല, എനിക്ക് തോന്നുന്നു സംസ്ഥാന വ്യാപകമായി CPM-ന്റെ അണികൾ ഇത്തവണ UDF-ന് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ 102 സീറ്റ് UDF-ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം വോട്ട് LDF-ൻ്റെ പ്രത്യേകിച്ച് CPM-ൻ്റെ വോട്ടുകളാണ്. CPM അണികൾക്ക് ശക്തമായിട്ടുള്ള വിരോധം CPM നേതൃത്വത്തോടുണ്ട്. അതിൻ്റെ ഒരു പ്രകടനം കൂടിയായിരുന്നു. ഇപ്പോൾ G. സുധാകരനാണെങ്കിലും താങ്കളാണെങ്കിലും കുഞ്ഞികൃഷ്ണനാണെങ്കിലും നേരത്തെ PV അൻവറൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോന്നിരുന്നു. ആ ഒരു ഇറങ്ങിപ്പോക്കാണോ ഇതിൻ്റെ ഒരു അടിത്തറ തകർത്ത് കളഞ്ഞു? ശരി അല്ല, ഞങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഉയർത്തിപ്പിടിച്ചത് CPM-നകത്ത് സമീപ കാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു തെറ്റായ പ്രവണതക്കെതിരായിട്ടാണ്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത ചില പ്രവണതകളാണ് CPM-ൽ സമീപകാലത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹൃദയം എന്ന് പറയുന്ന ആ പാർട്ടിക്കകത്തെ ഉൾപാർട്ടി ജനാധിപത്യമാണ്. ഉൾപാർട്ടി ജനാധിപത്യം ഇല്ലാതായാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം അതാണ്. ഇവിടെ മാത്രമല്ല, ഈ കേരളത്തിൽ ഉടനീളം LDF-ന് പ്രത്യേകിച്ച് CPM-ൻ്റെ തകർച്ചേൻ്റെ അടിസ്ഥാനം CPM-ൻ്റെ അകത്തെ ജനാധിപത്യം ഇല്ലാതാക്കി ചില വ്യക്തികൾ കേന്ദ്രീകരിച്ച് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിലയിലേക്ക് CPM മാറി. അതോടുകൂടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതി അതല്ല. യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യത്തെ അംഗീകരിച്ച് പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനത്തെ പരിഗണിച്ചുകൊണ്ട് തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഈ ഗതി പാർട്ടിക്ക് വരില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് CPM കേന്ദ്രീകരിക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത്. എന്ന് പറയാൻ പറ്റില്ല. ഒരു പിണറായി വിജയൻ മാത്രമല്ല, CPM നേതൃത്വത്തിലുള്ള ചില ആളുകൾ, അതായത് ഒരു പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ടി തീരുമാനം എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ ഘടകങ്ങൾ, അണികൾ അല്ലെങ്കിൽ മെമ്പർമാർ എടുക്കുന്ന തീരുമാനമാണ്, അംഗീകരിക്കുന്ന തീരുമാനമാണ് പാർട്ടി തീരുമാനം. എന്നാൽ ഇപ്പോഴതല്ല. പാർട്ടി തീരുമാനം എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്നത് ഇങ്ങനെ കുറേ കൂട്ടറികൾ അവരവരുടെ താല്പര്യത്തിന് കൂട്ടർ എന്ന് പറയുന്ന 3-4 ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പിണറായി വിജയൻ ആയിരിക്കുമല്ലോ ആദ്യത്തെ ആൾ. ഇപ്പോൾ തിരുവാക്കി എതിർവായി ഇല്ലാത്തത് പിണറായി വിജയനോട് മറുത്തു പറയാൻ CPM-ന് ആരും ഇല്ലാത്തൊരവസ്ഥ എന്ന് വിമർശനങ്ങൾ ഉയരുന്നു. തീർച്ചയായിട്ടും MV ഗോവിന്ദൻ സ്വാഭാവികമായിട്ടും പാർട്ടി സെക്രട്ടറി എന്ന രീതിയിൽ രണ്ടാമത്തെ താങ്കൾ പറഞ്ഞ ആ വ്യക്തികളിൽ പെടില്ലേ? പിണറായിയോട് പറയാനുള്ള ധൈര്യം ഇവർക്ക് ആർക്കും ഇല്ല, ആരും പറയുന്നുമില്ല.
പാർട്ടിയിൽ നേതൃത്വ വിമർശനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള പാർട്ടി നയം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനം. പാർട്ടിക്കുള്ളിൽ വിമർശനവും സ്വയം വിമർശനം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം തെറ്റുപറ്റാം, ഒരു പാർട്ടി പ്രവർത്തിക്ക് തെറ്റുപറ്റാം. പക്ഷേ ആ തെറ്റ് ചൂണ്ടിക്കാണിക്കാണ് വിമർശനം. അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ തെറ്റ് തിരുത്താൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ, ഇന്ന് വിമർശനം ഉന്നയിച്ചാൽ അവൻ്റെ കഥ കഴിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പാർട്ടി രീതി. ഈ പരാജയത്തിന് ശേഷവും പറ്റുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പാഠം എളുപ്പം പഠിക്കും ഈ പാർട്ടി എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. കാരണം CPM പല ഘട്ടങ്ങളിലും തെറ്റുതിരുത്താൻ ക്യാമ്പയിനുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. തെറ്റുതിരുത്തൽ ക്യാമ്പയിൻ മാത്രമല്ല, അതിനുവേണ്ടി പ്രത്യേക പ്ലീനം ചേർന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട തുടക്കം സാൽക്യ പ്ലീനായിരുന്നു. ഒരു കാലത്ത് പാർട്ടിയിലെ തെറ്റുതിരുത്തുന്നതിന് വേണ്ടി പാർട്ടി സാൽക്യ പ്ലീനം ഒരുപാട് കറക്ഷൻ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയൊരു രേഖയാണ് സാൽക്യ പ്ലീനത്തിൻ്റെ രേഖ. ആ സാൽക്യ പ്ലീനത്തിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇങ്ങനെ ചർച്ച ചെയ്തു അധര വ്യായാമം നടത്തിയെന്നതിൽ കവിഞ്ഞ് ഒരു തെറ്റും തിരുത്തിയിട്ടില്ല. അതിനുശേഷം പിന്നീട് പാലക്കാട് വെച്ചൊരു പ്ലീനം ചേർന്നിരുന്നു. ഇതിലൊക്കെ പങ്കെടുത്ത ആളാണ് ഞാൻ. ആ പ്ലീനത്തിലും പാലക്കാട് പ്ലീനത്തിലും വലിയ ചർച്ചയാണ്, നല്ല നല്ല ചർച്ച നടത്തിയത്. എങ്ങനെയാവാൻ പാടില്ല പാർട്ടി, പാർട്ടി നേതാക്കന്മാരെങ്ങനെയാവാൻ പാടില്ല, പാർട്ടി പ്രവർത്തകരെങ്ങനെയാവാൻ പാടില്ല, അങ്ങനെയുള്ള ഒരു നല്ല കാര്യങ്ങളാണ് ഈ ക്യാമ്പിലെല്ലാം ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഒന്നുപോലും പാർട്ടി നടപ്പിലാക്കിയിട്ടില്ല. നടപ്പിലാക്കേണ്ടതാരാ? മേലെ നിന്നാണ്. പിന്നീടാണ് പറഞ്ഞത്, പാർട്ടി ഈ തെറ്റുതിരുത്തൽ ക്യാമ്പയിനിൽ പാർട്ടി ഒരു കാലത്ത് റിപ്പോർട്ട് ചെയ്തത് ഇത് മുകളിൽ നിന്ന് നടപ്പിലാക്കുന്നതാണ്. മുകളിൽ നിന്ന് ഒരാളും ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനെതിരെ പറയാൻ ഇപ്പം MV ഗോവിന്ദൻ പോലും പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന ഒരു ശൈലിയാണുള്ളത്. പാർട്ടിക്കുള്ളിൽ പിണറായി വിജയനെ തിരുത്താൻ, ആ തെറ്റു പറ്റിയിരിക്കുന്നു എന്ന് പറയാൻ ഒരാളില്ല എന്നുള്ളതാണ്. MV ഗോവിന്ദൻ ആ ധൈര്യം തീരെ ഇല്ല. എന്ന് പറഞ്ഞാൽ MV ഗോവിന്ദൻ മാഷ് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച്, നമ്മുടെ എന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ച്, നമ്മളാണ് ഇപ്പോഴും പറയാൻ തോന്നുന്നത്. അതെ, നമ്മുടെ ആ CPM-നെ സംബന്ധിച്ച് പാർട്ടിയാണ് വലുത്. പാർട്ടിയാണ് വലുത്. മുഖ്യമന്ത്രി പാർട്ടിക്ക് താഴെയാണ്, മന്ത്രിമാർ പാർട്ടിക്ക് താഴെയാണ്. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പാർട്ടിക്ക് മേലെയും പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് താഴെയും മന്ത്രിമാർക്ക് താഴെയും ഈ ഒരു നിലയാണ് അടുത്ത കാലത്ത് വന്നിട്ടുള്ളത്. എനിക്ക് നേരിട്ട് അനുഭവമുള്ള ചില കാര്യങ്ങളുണ്ട്. നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടം എനിക്ക് അനുഭവമുള്ളൊരു കാര്യമുണ്ട്. ഒരു പ്രശ്നം വന്നപ്പോൾ നായനാരുടെ അഭിപ്രായം അല്ല നായനാർ നടപ്പിലാക്കിയത്, ചടയനാണെന്ന് പാർട്ടി സെക്രട്ടറി. അന്ന് നായനാർ പറയാണ്, ചടയൻ പറയുന്നത് ചെയ്താൽ മതി, എൻ്റെ അഭിപ്രായം വേറെയാണ്. അപ്പോൾ അതാണ് പാർട്ടി. എന്നാൽ ആ രീതി മാറി. ഇപ്പോൾ എല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കും. പാർട്ടി കാര്യങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കും, ഭരണത്തിൻ്റെ കാര്യങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കും. അതിനെ ചോദ്യം ചെയ്യാൻ ഒരാളും ഈ പാർട്ടിക്കകത്ത് ധൈര്യം കാണിച്ചില്ല എന്നുള്ളതാണ് ഈ തകർച്ചയുടെ ഒരു അടിസ്ഥാനം. CPM-ന്റെ പരാജയത്തിൻ്റെ ഒന്നാം പ്രതി പിണറായി വിജയനാണ്. തീർച്ചയായിട്ടും ഇപ്പം പിണറായിക്ക് വലിയൊരു പങ്കുണ്ട്. ഒരു വ്യക്തിപരമായിട്ടല്ല, അദ്ദേഹം പാർട്ടി നടപ്പിലാക്കുന്ന നയം നടപ്പിലാക്കുന്നതിന് വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ. അത് പാർട്ടി നയമല്ല ആരും നടപ്പിലാക്കുന്നത്, അവരുടെ നയ. MV ഗോവിന്ദൻ എന്തുകൊണ്ടാണ് പിന്നെയും ആ പാർട്ടി നയം അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് മുകളിലാണ് പാർട്ടി സെക്രട്ടറി? തീർച്ചയായും എന്തുകൊണ്ട് അദ്ദേഹം ആ ഒരു അധികാരം ഉപയോഗിച്ചില്ല? അത് ദൗർബല്യമാണ്. അത് CPM-ൽ അങ്ങനെ ആവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പാർട്ടി സെക്രട്ടറിയാണ് പാർട്ടിയെ നിയന്ത്രിക്കേണ്ടത്. ഭരണം പാർട്ടിയായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഭരണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ആ രീതിയിലല്ലാതെ ഭരിക്കുന്നവർ അവർക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്യും. അത് അവസാനം പാർട്ടിയെ കൊണ്ട് അംഗീകരിപ്പിച്ചിട്ട് അത് പറയും ഇത് പാർട്ടി തീരുമാനമാണെന്ന് താഴെ റിപ്പോർട്ട് ചെയ്യും. യഥാർത്ഥത്തിൽ പാർട്ടിയിൽ അത് തുറന്ന ചർച്ച. കഴിഞ്ഞ 10 വർഷമായിട്ട് പാർട്ടിയുമായി സഹകരിച്ചോ ചർച്ച ചെയ്തിട്ടോ ആയിരുന്നില്ല പിണറായി വിജയന്റെ ഭരണം. അല്ല, അങ്ങനെ ഒരു ചർച്ച പാർട്ടിയിൽ നടക്കുന്നില്ല. ഭരണത്തെക്കുറിച്ച് ഒരു ചർച്ച പാർട്ടിയിൽ നടക്കുന്നില്ല. അതായത് സർക്കാർ എങ്ങനെ പോകണമെന്നതിനെ കുറിച്ച് ഒരു ചർച്ചയും പാർട്ടിയിൽ നടക്കാറില്ല. സമീപകാലത്ത് നടക്കാറില്ല. ഞങ്ങളൊക്കെ പാർട്ടിയിൽ അത് പറഞ്ഞിട്ടുണ്ട്, ചർച്ച നടക്കണം, പാർട്ടിക്കകത്ത് ഭരണത്തെക്കുറിച്ച് ചർച്ച നടക്കണം. പക്ഷെ അങ്ങനെ ഒരു ചർച്ച നടക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഈ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചും സ്വജനപക്ഷപാതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വീണ വിജയനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ ഉയരുമ്പോൾ, മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ ഇതൊക്കെ പാർട്ടി ചർച്ച വരാറുണ്ടോ? അത്തരം കാര്യങ്ങളുടെ പാർട്ടിയിൽ ചർച്ച ചെയ്യാറ് പതിവുണ്ട്. അത്തരം കാര്യങ്ങൾ, ആരോപണങ്ങൾ, പത്രത്തിൽ വരുന്ന ആരോപണങ്ങൾ, ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ പാർട്ടിയിൽ ചർച്ച ചെയ്യും. പക്ഷെ പാർട്ടിയിൽ ചർച്ച ചെയ്താൽ അതിലൊന്നും കഴമ്പില്ലെങ്കിൽ പാർട്ടി അത് അംഗീകരിച്ച് പോവുകയാണ് ചെയ്യുക. കഴമ്പില്ല എന്ന് പറഞ്ഞ ഒഴിവാക്കലാണ് സാധാരണ സ്ഥിതിക്ക്. മേലെ നിന്നുള്ള പറയുന്നത് അനുസരിക്കലാണ് താഴെയുള്ള പാർട്ടിയുടെ കടമ. താഴെ എന്ന് പറയുന്ന വിമർശനങ്ങളും ചർച്ചയും മേലെ അംഗീകരിക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ വ്യവസ്ഥ. പക്ഷെ അത് അംഗീകരിക്കില്ല, പറയുന്നത് മാത്രം അനുസരിക്കുക. ഈ അനുസരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. മേലെ
താഴെയുള്ള വികാരം അംഗീകരിക്കാൻ മേലെയുള്ളവർ തയ്യാറാവുന്നില്ല. താങ്കൾ ഈ പാർട്ടിയിൽ നിന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പുറത്തു പോരാൻ നേരത്ത് എനിക്ക് തോന്നുന്നു ഇ.പി. ജയരാജൻ, അതുപോലെ തന്നെ ജെയിംസ് മാത്യു തുടങ്ങിയ ആളുകളുമായി സംസാരിച്ചിരുന്നു. പിണറായി വിജയനെ കാണാൻ ശ്രമിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇല്ല, ഇ.പി. ആയിട്ടോ ജെയിംസ് ആയിട്ടൊന്നും ഈ കാര്യം ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ പാർട്ടി സെക്രട്ടേറിയറ്റിൽ എടുക്കുന്ന തീരുമാനം സെക്രട്ടേറിയറ്റിലാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. സെക്രട്ടേറിയറ്റിൽ ഭൂരിഭാഗവും പറഞ്ഞ അഭിപ്രായമല്ല സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് പറഞ്ഞു. അതെ, സെക്രട്ടേറിയറ്റ് പറഞ്ഞു. ഞാൻ തികച്ച സംഘടനാ രീതിയിലാണ് എൻ്റെ അഭിപ്രായം സെക്രട്ടേറിയറ്റ് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം അനുസരിച്ച് സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെ വികാരം പറഞ്ഞ അഭിപ്രായം ഒന്നും സംസ്ഥാന സെക്രട്ടറിയിൽ എത്തിച്ചില്ല. ബഹുഭൂരിപക്ഷം ആളുകളും തളിപ്പറമ്പിനെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായമാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അതെ, ബഹുഭൂരിപക്ഷ ആളുകൾ സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല, ബഹുഭൂരിപക്ഷ ആളുകൾ ജില്ലാ കമ്മിറ്റിയിൽ, ആ ജില്ലാ കമ്മിറ്റി ഞാൻ അധ്യക്ഷനാണ്. ഞാനായിരുന്നു ആ ജില്ലാ കമ്മിറ്റി യോഗത്തിലെ അധ്യക്ഷൻ. എൻ്റെ അടുത്താണ് എം വി ഗോവിന്ദൻ വിമർശിക്കുന്നത്. രൂക്ഷമായ ചർച്ചയാണ് ജില്ലാ കമ്മിറ്റിയിൽ വന്നത്. എം വി ഗോവിന്ദൻ്റെ പ്രതികരണം എന്തായിരുന്നു ആ യോഗത്തിൽ? ഒരു പ്രതികരണം ഞാൻ പറഞ്ഞു, ഞാനൊന്ന് നിയന്ത്രിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം ഞാൻ അധ്യക്ഷനാണല്ലോ, ഈ ചർച്ച ഒന്ന് നിയന്ത്രിക്കട്ടെ. അത്രയും വലിയ ചർച്ചയാണ്. ബഹളം ചർച്ച, ഒരു രൂക്ഷമായ ചർച്ച. ബഹളം ഞങ്ങളെ പാർട്ടിയിൽ ഉണ്ടാവും. ഈ CPM-ൽ ഈ ബഹളം ഉണ്ടാവില്ല, ചർച്ച നടക്കും. ബഹളഹത്യ പൂർവ്വം നമ്മളെ ഈ കണ്ണൂർ ജില്ലാ പാർട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു ബഹളത്തിൻ്റെ ഒരു ആളുകൾ ചർച്ചയും. പക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ നേതാക്കന്മാരെ ഇരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാനുള്ള ധൈര്യം പാർട്ടി ഉണ്ടായിരിക്കുന്നു. നല്ല ചർച്ച നടത്തിയിട്ടുണ്ട്. അത് പക്ഷേ അംഗീകരിക്കുന്നില്ല, നേതൃത്വം അംഗീകരിച്ചില്ല. എം വി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിൽ പി കെ ശ്യാമളയ്ക്കെതിരായ അഭിപ്രായം വളരെ ശക്തമായിട്ടുള്ള ചർച്ചയാണ് വന്നത്. ഇനി അതൊക്കെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞ് താഴെ മണ്ഡലം കമ്മിറ്റി ഉണ്ട്. സ്ഥാനാർത്ഥി മണ്ഡലം കമ്മിറ്റി അംഗീകരിക്കണം. തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയിൽ എം വി ഗോവിന്ദൻ മാഷ് പങ്കെടുക്കുന്നുണ്ട്. ഞാനും പങ്കെടുക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു ഞാൻ പങ്കെടുക്കാനില്ല, എനിക്ക് നിങ്ങൾ ഈ നിലപാടിനോട് യോജിപ്പില്ല, അതുകൊണ്ട് ഞാൻ പങ്കെടുക്കുന്നില്ല. പി ജയരാജൻ, എം വി ജയരാജൻ, കെ രാഗേഷ്, എം വി ഗോവിന്ദൻ മാഷ് ഇത്രയുള്ള ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പി ജയരാജൻ, എം വി ജയരാജനൊക്കെ എന്തായിരുന്നു നിലപാടെന്ന്? പി ജയരാജൻ, എം വി ജയരാജൻ തളിപ്പറമ്പ് ചുമതല കൊടുക്കലേ ചെയ്തത്. എന്ത് അങ്ങനെ ചുമതല കൊടുക്കാൻ കാരണം ശ്യാമള ഇവിടെ മത്സരിക്കുന്നുണ്ടല്ലേ. ശ്യാമള ഇവിടെ മത്സരിക്കുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇവർ പങ്കെടുത്ത അഭിപ്രായം പറഞ്ഞത് ശ്യാമളക്ക് അനുകൂലമായിട്ടായിരുന്നു. ജില്ലാ സെക്രട്ടറിയിൽ അവരെ അഭിപ്രായം പറയേണ്ടതില്ല. സെക്രട്ടറി പ്രപ്പോസൽ വെക്കുകയാണ് ചെയ്യുക. സെക്രട്ടറി പ്രപ്പോസൽ വെക്കുന്നത് സംസ്ഥാന സെക്രട്ടറിയോടും മുഖ്യമന്ത്രിയോടും ആലോചിച്ചിട്ടാണ്. അപ്പോൾ ഈ വെക്കുന്ന പ്രപ്പോസൽ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി അംഗീകരിച്ച പ്രപ്പോസലാണ്. അതുകൊണ്ട് ഇവിടെ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്താൽ മാറ്റം വരുത്തില്ല. ഇപ്പോൾ പയ്യന്നൂർ ഇന്ന് ഇത്രയും വലിയ തോൽവി, പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി തളിപ്പറമ്പിൽ പയ്യന്നൂരുണ്ടായില്ലേ. പയ്യന്നൂർ ഉള്ള അവസ്ഥ എന്താ? അന്ന് സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടില്ലേ, ഇയാളെ മത്സരിപ്പിക്കരുത്, ഇയാളെ മത്സരിച്ചാൽ പാർട്ടിയിൽ നിന്നും വലിയ എതിർപ്പുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ കേട്ടില്ല. എന്താ അവർ പറഞ്ഞ്, ഇയാളെ മത്സരിപ്പിച്ചിട്ടില്ലെങ്കിൽ പാർട്ടി തീരുമാനം ശരിയല്ല എന്ന് ജനങ്ങൾ വിലയിരുത്തും, അതുകൊണ്ട് മത്സരിപ്പിക്കണമെന്നാ. അങ്ങനെ മത്സരിച്ച് അടിച്ചേൽപ്പിച്ചത്. ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ നേരത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഇ.പിയോടും ജെയിംസിനോടൊക്കെ സംസാരിച്ചു എന്നുള്ളതാണ്. ജെയിംസ് സെക്രട്ടേറിയറ്റ് ഇല്ലല്ലോ. ഇല്ല അദ്ദേഹം ഇതിന് ശേഷം സെക്രട്ടേറിയറ്റിന് പുറത്ത് സംസാരിച്ചിരുന്നു അവരോടൊക്കെ. ഇല്ല, ഞാൻ അവരുമായിട്ട് ഈ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല. കാരണം അവർ പാർട്ടി നിലപാടിനോടൊപ്പം നിന്നിട്ടല്ലേ പാർട്ടിയിൽ നിൽക്കുന്നത്. ഞാൻ ഈ പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടല്ലേ പാർട്ടിയിൽ നിന്ന് പോകുന്ന പരാതി പറയാനുള്ള അവസരം ഉണ്ടാവില്ലേ? എം വി ഗോവിന്ദനെതിരെ പിണറായി വിജയനോട് ഒരു പരാതി പറയാൻ ശ്രമിക്കില്ലേ? അങ്ങനെ അനുവാദം കിട്ടിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, ഞാൻ പരാതി പറയാൻ ശ്രമിച്ചിട്ടില്ല. ഇതിനു മുമ്പ് പിണറായി ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ നിലപാടൊക്കെ പിണറായിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ നിലപാട് പിണറായിയോട് സംസാരിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് ശേഷം ഞാൻ പിണറായിയെ കാണാൻ കൂട്ടാക്കിയിട്ടില്ല, പോയിട്ടില്ല. അല്ല, ഈ തളിപ്പറമ്പിലെ മത്സരത്തെക്കുറിച്ച് പിണറായിയോട് സംസാരിച്ചിരുന്നു? ഇല്ല, ഞാനിങ്ങനെ മത്സരിക്കുന്ന വിവരം പിണറായിയോട് സംസാരിച്ചില്ല. പക്ഷേ ഞാൻ അവിടെ മത്സരിക്കാൻ അർഹതയുള്ള ആളാണെന്ന് പിണറായിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പി കെ ശ്യാമള അവിടെ സ്ഥാനാർത്ഥിയായി വരരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ സെക്രട്ടറിയേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പി കെ ശ്യാമള അല്ലായിരുന്നു, ടി കെ ഗോവിന്ദ മാഷും അല്ല, പി കെ ശ്യാമളയും അല്ല, മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു അംഗീകരിക്കുമായിരുന്നു? തീർച്ചയായും ഞാൻ മത്സര രംഗത്തേ ഉണ്ടാവില്ല. ഒരു കാരണം ഞാനത് വ്യക്തമാക്കിയതാ. പകരം ഇവരെ ഒഴിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞാൻ ആ രംഗത്തുണ്ടാവില്ല. സുകന്യാണെങ്കിലും ഉണ്ടാവില്ല. അത് പലരും പറഞ്ഞല്ലോ, സുകന്യ മത്സരിക്കട്ടെ, 100% സ്വാഗതം, മത്സരിച്ചോട്ടെ. ഞാൻ പേര് മാഷ് പറഞ്ഞിരുന്നോ കമ്മിറ്റിയിൽ? മാഷ് സുകന്യയുടെ പേര് പലരും പറഞ്ഞിട്ടുണ്ട്. അവര് ആദ്യം എടുത്ത നിലപാടെന്താണെന്ന് വിചാരിച്ചാൽ, കണ്ണൂർ ജില്ലയിൽ നിന്നൊരു വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കണം, അത് തളിപ്പറമ്പ് നിന്നായിരിക്കണം, അത് ശ്യാമളയായിരിക്കണം. ഇതാണ് അവർ വെച്ചത്. അവിടെയാണ് ഓപ്ഷനില്ല. അങ്ങനെയാണ് പലരും പല സെക്രട്ടേറിയറ്റ് മെമ്പർ പറഞ്ഞു, അങ്ങനെയാണ് വനിത മത്സരിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ റിസർവേഷനൊന്നും ഇല്ലല്ലോ, എന്നാൽ പാർട്ടി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വനിത മത്സരിച്ചോട്ടെ, പക്ഷേ അത് സുകന്യ ആയിക്കൂടെ എന്ന ചോദ്യം. എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തുന്നു പറഞ്ഞു. പക്ഷേ അന്നേരം ജയരാജൻ എന്ന് പറഞ്ഞു,
അത് വേണ്ട, ഞാൻ നിങ്ങൾ പറഞ്ഞ അഭിപ്രായം ഈട് പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് റിപ്പോർട്ട് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് തീരുമാനം വന്നോട്ടെ. പക്ഷേ എന്താണ്ടായി, ഈ അഭിപ്രായം ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല. ശ്യാമളനെ ഏകണ്ഠമായി അംഗീകരിച്ച് റിപ്പോർട്ട് കൊടുത്തു. ഈ അവിടെ ഒരു വഞ്ചന നടത്തിയത്. ഈ ശ്യാമളയെ വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോഴേ ശ്യാമളയേക്കാൾ കൂടുതൽ അർഹതയുള്ള ഒരാളായിരുന്നു പി ദിവ്യ. ദിവ്യ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി. ഈ പി ദിവ്യയുടെ പാർട്ടിയിൽ നിന്നുള്ള പുറത്തുപോക്കൊക്കെ ഇതിന് വേണ്ടിയുള്ള ഒരു കളമൊരുക്കലായിരുന്നു എന്ന് ചർച്ചയുണ്ട്. പി ദിവ്യയൊക്കെ പുറത്തു പോകാനുള്ള ഇടയാക്കിയത്. അല്ല, അതങ്ങനെ പറയാൻ കഴിയുമോ? കാരണം അങ്ങനെ പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദിവ്യ എടുത്തൊരു നിലപാടിൽ ആണ് പാർട്ടി നടപടി സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ദിവ്യക്കെതിരെ നടപടി സ്വീകരിച്ച പോലെയാണെങ്കിൽ പലർക്കെതിരെ നടപടി സ്വീകരിച്ചു. ജെയിംസ് മാത്യുവിനെടുത്ത പോലെ എടുത്ത നിലപാടല്ലല്ലോ പിന്നെ ഈ ശ്യാമള ടീച്ചറോട് എടുത്തത്, ദിവ്യയോട് എടുത്ത നിലപാടല്ലല്ലോ എടുത്തത്. ഏറ്റവും വലിയ ആരോപണം അതായിരുന്നില്ലേ? അവർ സംരക്ഷിക്കപ്പെടില്ലേ ഇത്? അതിൽ പാർട്ടി നടപടി എടുക്കുമെന്ന് പ്രസംഗിച്ച ആളാണ് പി ജയരാജനും. ഞങ്ങളൊക്കെ ആരെ വീട്ടിൽ ഇവരെ വീട്ടിൽ നടപടിയെടുക്കും. പക്ഷേ എന്താ ഉണ്ടായത്? ആ പ്രസംഗിച്ച പി ജയരാജന് വീട്ടിൽ പാർട്ടി നടപടിയെടുത്തു. ശ്യാമള സംരക്ഷിക്കപ്പെട്ടു. എന്നാൽ ഇവരെ വന്നപ്പോഴോ ശ്യാമളയ്ക്ക് കിട്ടിയ സംരക്ഷണം ഇല്ല. ദിവ്യ വന്നപ്പോഴോ ഈ പ്രശ്നം വന്നപ്പോൾ പാർട്ടിയിൽ ഗുരുതരമായ കുറ്റം കണ്ടെത്തി. പാർട്ടി മാത്രമല്ല, അങ്ങനെ കുറ്റം കണ്ടെത്തുന്നതിൽ ഒരു ഗൂഢാലോചന ഇല്ലേ? പി ദിവ്യയെ പോലെ വളർന്നു വരുന്ന ഒരു വനിതാ നേതാവിനെ ഒഴിവാക്കാനുള്ള ഒരു ഗൂഢാലോചന അതിൽ നടന്നോ? അത് സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടില്ല, പക്ഷേ പുറത്ത് നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഈ ദിവ്യ ഇത് നിനക്ക് വന്നപ്പോൾ ദിവ്യൻ്റെ പേരിൽ നടപടി സ്വീകരിച്ചു. പക്ഷേ ദിവ്യനെ ഒഴിവാക്കാൻ പിന്നെ ഒരു ഗൂഢാലോചന നടത്തുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ദിവ്യ മഹിളയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് ദിവ്യയെ ഒഴിവാക്കി. എന്താ ഒഴിവാക്കാൻ കാരണം? ഈ സംസ്ഥാനത്ത് സമ്മേളനത്തിനടുത്ത് ഫ്രാക്ഷൻ ചേർന്നപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിൽ പങ്കെടുത്ത് ദിവ്യനെ ഒഴിവാക്കാൻ പറയുകയാണ്. അതൊരു സംഘടനാ രീതിയല്ല. ഈ മാഷ് പല സംഘടനയും പഠിപ്പിക്കുന്ന ആളാണല്ലോ. പക്ഷേ ഇതൊരു ഞങ്ങളൊരു രീതി വെച്ചിരുന്ന ചെയ്യുക, പ്രധാനപ്പെട്ട സ്ഥാനം അതായത് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, ഇതാ 3 മെയിൻ സ്ഥാനം. ഇതാര് തീരുമാനിക്കും? അതാത് പാർട്ടി ഘടകം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന കമ്മിറ്റി, ജില്ലയിലാണെങ്കിൽ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുക എന്നുള്ളതാണ് പാർട്ടി. മറ്റ് സഹഭാരവാഹികൾ അതാത് സംഘടനകൾ തീരുമാനിക്കും. അത് ആ ഫ്രാക്ഷനിൽ തീരുമാനിച്ചോളാം. ആ ഫ്രാക്ഷനിലാണ് ഗോവിന്ദമാർ പോയിട്ട് പറഞ്ഞാൽ ആരെ ഒഴിവാക്കണം? ശ്യാമളയെ അല്ല ദിവ്യയെ ഒഴിവാക്കണം. എന്നിട്ട് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് ആ സ്ഥാനത്ത് ആര് വന്നു? ശ്യാമള വന്നു. ആരെയായിരിക്കണം? ശ്യാമളയാക്കണം. അവിടെ തീരുമാനിച്ചു. ഇനി ആയിട്ടില്ല ഈ വഞ്ചന. ദേശീയ സമ്മേളനം നടന്നവരെ ആ സമ്മേളനത്തിൽ 15 ആളുകളാണ് പിന്നെ ഇവിടെ ദേശീയ എക്സിക്യൂട്ടീവിലേക്ക് ഇവിടെ ഉള്ളത്, ദേശീയ കമ്മിറ്റിയിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത്. അതെല്ലാം പൂർത്തിയായി. അങ്ങനെ വന്നപ്പോൾ പിന്നെ ശ്യാമളയെ ദേശീയ കമ്മിറ്റിയിലേക്ക്, കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുക്കണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതും ഒരു ഗൂഢാലോചനയാണ്. അതിൽ നേരിട്ട് ഇടപെടലുണ്ടായി. അവിടെ എല്ലാ സ്ഥാനം 15 ആളെയും നിശ്ചയിച്ച് കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ ഒരാളെയും കൂടി എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരാളെയും കൂടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചോദിക്കുമല്ലോ, അല്ലെങ്കിൽ സ്ഥാനം പൂർത്തിയായിപ്പോല്ലോ. അത് സാരല്ല, ഒരെണ്ണം അധികമായിക്കോ. അപ്പോൾ അങ്ങനെ അധികമായിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഒരെണ്ണം അധികമാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന മഹിളാ സഹകളെ ചോദിക്കില്ല, അങ്ങനെ കേരളത്തിൽ ആരെ എടുക്കേണ്ടതെന്ന് പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുമല്ലോ. അത് ശ്യാമള. അങ്ങനെ അവിടെയും വരികയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കളമൊരുക്കലാണ്. തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി ഈ എൻ്റെ ഭാര്യ എല്ലാ തരത്തിലും യോഗ്യത, കേവലം ഭാര്യയല്ല, സംഘടനയുടെ വലിയ നേതാവാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ ശ്രമങ്ങളൊക്കെ നടത്തിയത്. യഥാർത്ഥത്തിൽ ദിവ്യയെ ഒഴിവാക്കി അവിടെ കയറ്റി. അപ്പോൾ അതൊരു ഗൂഢാലോചന തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്യാമളയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയ ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നത് എന്തിനാ? ഇവിടെ ഇത്രയും വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. ഗോവിന്ദൻ മാഷ് പറയും പോലെ, ഞാൻ പറയുന്ന പോലെ അനർഹയല്ല, അർഹയാണ്. ഇവിടെ തലപ്പിൽ ഏറ്റവും അർഹയായിട്ടുള്ളത് ഇവരാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകൂട്ടി ആലോചനയും ആയിരുന്നു അത്. മാഷിൻ്റെ യോഗ്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിണറായി അത് അംഗീകരിച്ചില്ലേ? ഞാൻ പിണറായിയോട് സംസാരിക്കുമ്പോൾ തലപ്പ് മണ്ഡലത്തിൽ സ്ഥിതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ മത്സരിപ്പിക്കണം എന്നൊന്നും ഞാനൊരു പാർട്ടിയോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ സ്ഥിതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും കാലം ഇവിടെ പ്രവർത്തിച്ചതാണ് എന്നും അവർക്കറിയാം. കാരണം ഞാൻ തളിപ്പം നിന്നാണ് രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. ഞാനും ഗോവിന്ദൻ മാഷ് ഒന്നിച്ചൊരു കമ്മിറ്റിയിൽ തളിപ്പം നിന്ന് ആരംഭിച്ചതാണ്. നിരവധി കാലം 10-25 വർഷക്കാലം ഞാൻ പാർട്ടി ഏരിയ കമ്മിറ്റി പ്രവർത്തിച്ച ഒരാളാണ്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി കേരളത്തിൽ ഒരാളുണ്ടാവില്ല അത്രയും കാലം. പാർട്ടി പറയുന്ന സ്ഥലത്ത് ശ്രീകണ്ഠവർ പോയി മയ്യിൽ വന്നു. മയ്യിലും ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. തളിപ്പറമ്പിൻ്റെ സെക്രട്ടറിയായും മണ്ഡലം സെക്രട്ടറിയായും മണ്ഡലം ചുമതലയും പ്രവർത്തിച്ചു.
അവിടുത്തെ സെക്രട്ടേറിയറ്റ് ചുമതലയെടുത്തു, ആലക്കോടിൻ്റെ എല്ലാ സെക്രട്ടേറിയറ്റ് ചുമതലയെടുത്ത് പലരും പ്രവർത്തിച്ചു. കയറിപ്പോയി യുവാക്കൾ. അതെ, അത് പലരും പലർക്ക് ഞാൻ വളർത്തിയെടുത്ത പലരും സ്റ്റേറ്റ് കമ്മിറ്റിയും മന്ത്രിമാരും MLA-മാരും ഒക്കെ ആയിട്ടുണ്ട്. എനിക്കതിൽ അസൂയില്ല. ഞാൻ വളരെ വളരെ സന്തോഷം നോക്കിക്കാണുന്നില്ല അവരുടെ വളർച്ച. ഞാൻ വളർത്തിയെടുത്ത കുട്ടികളാണ് അവർ. അവരൊന്നും മാഷിന്റെ ഒരു ആപത്ഘട്ടത്തെ സഹായിച്ചില്ല. അല്ല, അത് ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല, അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് ഈ പാർട്ടിയിൽ പ്രതീക്ഷിക്കുന്ന കാര്യം. കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്ന് പറയാൻ എന്താണ് കാരണം? കോടിയേരി ഒരു നിലപാടുകളും MV ഗോവിന്ദനെയും എങ്ങനെ താരതമ്യം? അതെ, കോടിയേരിയുടെ നിലപാടെന്ന്, കോടിയേരി സംഘടനാ രീതിയിൽ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വളരെ കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് അനുഭവം. ഞാനും ഈ പറഞ്ഞ മാതിരി മാഷെ പോലെ തന്നെ കോടിയേരിയായിട്ട് ചെറുപ്പത്തിലെ നല്ല ബന്ധത്തിൽ, കുടുംബ ബന്ധത്തിൽ കഴിയുന്നവർ. 2 കുടുംബങ്ങളും നല്ല ബന്ധത്തിലാണ്. കോടിയേരിൻ്റെ മക്കളായാലും ഭാര്യയായാലും എൻ്റെ മക്കളും ഒക്കെ നല്ല ബന്ധത്തിലാണ്. അങ്ങനെ കഴിയുന്നൊരു കുടുംബമാണ് കോടിയേരിൻ്റെ എൻ്റെ കുടുംബം, കോടിയേരി ഞാനും. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നം പാർട്ടിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടിയൊരു മുൻകൈയും ഒരു സംഘടനാ രീതിയുമുണ്ട്. അത് കോടിയേരി എടുക്കും. അതെടുക്കുമ്പോൾ ശത്രുതാ മനോഭാവത്തോടെയല്ല. കോടിയേരിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം പകുതി കുറയും. കാരണം ആ മുഖം ചിരിക്കുന്ന മുഖത്തോട്ടാണ് കോടിയേരി വരിക. എന്നോട് വന്നിട്ട് കോടിയേരി പറയുന്നത്, പക്ഷേ ഇതിലൊന്നും നിൽക്കരുത്, നമുക്ക് പാർട്ടിയിൽ കാര്യങ്ങൾ നിങ്ങൾ മത്സരിക്കുന്നുണ്ടാവരുത് എന്ന് കോടിയേരി എന്നോട് വന്ന് പറഞ്ഞാൽ ആ മുഖം കാണുമ്പോൾ ഞാൻ തന്നെ എന്ത് ചെയ്യും? സമാധാനം പകുതി പോകും. അതൊരു അട്രാക്ഷൻ കോടിയേരിക്കുണ്ട്. ഇതൊരു ലീഡർഷിപ്പിന് വേണ്ടതാണ്. ഈ തുടുത്ത മുഖവും ഇങ്ങനെയായിട്ടല്ല സഹാക്കളെ സമീപിക്കില്ല. അങ്ങനെ ഒരു സമീപനം ഗോവിന്ദ മാഷിന്റെ ഭാഗത്ത് MV ഗോവിന്ദ മാഷിന്റെ ഭാഗത്ത് ഉണ്ടായില്ല. ഉണ്ടായിട്ടേ ഇല്ല. അയാൾ എന്നോടൊന്നല്ല ആരോടും ഉണ്ടായിട്ടില്ല, വിളിച്ചിട്ടില്ല. ആരോടും അയാൾക്ക് ഉണ്ടാവില്ല. കാരണം അയാൾ വിളിച്ചിട്ടില്ല, മാറി നിൽക്കണം എന്ന് പറഞ്ഞില്ല, ഇല്ല, സംസാരിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല, ഒന്നുമില്ല. ഇതിപ്പോൾ ഒരു കാര്യമല്ല. ഇതിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് യഥാർത്ഥത്തിൽ കോടിയേരിയും ഇതേപോലെ പിണറായി വിജയനുമായി നല്ല അടുത്ത ബന്ധമുള്ള ആളായിരുന്നു. പിണറായി വിജയൻ പറയുന്ന അനുസരിച്ച് നിൽക്കുന്ന ആളായിരുന്നു. എന്നിട്ടും കോടിയേരിയിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ അതിലൊരു എന്തോ കോടിയേരിക്ക് ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. അല്ല, കോടിയേരിയിൽ വിശ്വാസം, കോടിയേരി ആ രീതിയിലാണ് സഹാക്കളോട് പെരുമാറിയിട്ടുള്ളത്. അതാണ് കോടിയേരിൻ്റെ പെരുമാറ്റം. നിങ്ങളെല്ലാം കോടിയേരിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങളെല്ലാം ഗോവിന്ദ മാഷയും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാനത് പ്രത്യേകം പറയണ്ടല്ലോ. കോടിയേരിയുടെ മുഖവും കോടിയേരി സഹാക്കളോടുള്ള സമീപനവും അത് വേറെ തന്നെയാണ്. ആ ഒരു സ്നേഹം കോടിയേരിയുണ്ട്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാൽ ആ സ്നേഹത്തോടുകൂടി, സ്നേഹമുള്ള ഒരാൾ ആ പ്രശ്നം പരിഹരിക്കാൻ വന്ന വേഗത്തിൽ പരിഹരിക്കപ്പെടും. ദുർമുഖമായി വന്ന ആരും അംഗീകരിക്കില്ല. താത്വിക ആചാര്യ എന്ന ലെവലിലാണല്ലോ കോടിയേരിക്ക് ശേഷം MV ഗോവിന്ദ മാഷ് വരുന്നത്. അത്ര വലിയ താത്വിക ആചാര്യനാണ് ഗോവിന്ദ മാഷ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അങ്ങേര് ധരിക്കുന്നതിന് ധരിച്ചോട്ടെ. പാർട്ടി ക്ലാസ്സുകൾ, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, സംസാരത്തിലൊക്കെ ഒരു താത്വികമായ ലൈനുണ്ടല്ലോ. അത് അങ്ങനെ മാത്രമല്ലല്ലോ. ഞാൻ എത്ര ക്ലാസ് എടുക്കും? ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ്സിൽ EMS ഉള്ളപ്പോൾ AK സെൻറ്ററിൽ ആദ്യം ആരംഭിച്ച പാർട്ടി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് മുതൽ ക്ലാസ്സിൽ പങ്കെടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. ഗോവിന്ദ മാഷ് മാത്രമൊന്നല്ല. അല്ല, ഗോവിന്ദ മാഷ് വലിയൊരു താത്വികാചാര്യനും ഒന്നും മറ്റെല്ലാവരും അങ്ങല്ല. ഞങ്ങളെല്ലാം ഒരുപാട് ക്ലാസ് എടുത്തവരാണ്. ഒരുപാട് അവ്യക്ത കാസർഗോഡ് ജില്ലയുണ്ടായപ്പോൾ കാസർഗോഡ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശത്തും പല പ്രദേശത്തും പോയി ക്ലാസ് എടുത്ത ആളാണ്. പലരും ക്ലാസ് എടുത്തിട്ടുള്ള ക്ലാസിന്റെ ശൈലിയോട് MV ഗോവിന്ദൻ മാഷിന്റെ അദ്ദേഹത്തിൻ്റെ അത്ര വലിയ താത്വികാചാര്യനാണ്. അദ്ദേഹം പണ്ട് പറഞ്ഞ അതേ ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ് തന്നെ ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. വന്നുകൊണ്ട് അതിങ്ങനെ പറഞ്ഞ ഒരേ ശൈലിയിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു വലിയ താത്വികാചാര്യൻ്റെ ഇതാണെന്നൊന്നും എനിക്കായി പറഞ്ഞില്ല. ഞാൻ അങ്ങേരോട് പറഞ്ഞിട്ടുണ്ട്. പൊതുയോഗ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നോട് വിരോധത്തിൻ്റെ കാര്യം അതുമായിരിക്കും. ഞാൻ പറഞ്ഞു, പൊതുയോഗത്തിൽ പോയി പ്രത്യയശാസ്ത്രം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് വേണ്ടത് അതാത് കാലത്തുണ്ടാകുന്ന രാഷ്ട്രീയ സംഭവ ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കലാണ് വേണ്ടത്. പാർട്ടിയിൽ ജനങ്ങൾ അതിനനുസരിച്ചിട്ട് ഇതിലുള്ള പ്രസംഗമാണ് വേണ്ടത്. അതുപോലെ അത് ലളിതമായ ഭാഷയിലുമായിരിക്കണം. AKG ഒക്കെ അങ്ങനെയാണ്, ജനങ്ങളുടെ ഭാഷയിൽ AKG സംസാരിക്കുക. അതായിരിക്കണം രീതി എന്ന് പറഞ്ഞപ്പോൾ അത് മാഷ അംഗീകരിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു, അതല്ല ഞാൻ എൻ്റെ രീതി. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രീതി അങ്ങനെ, ഞാനതല്ല, ഞാൻ ശക്തിയായിട്ടാണ് നേരിടുന്നത്. ജനങ്ങൾക്ക് മനസ്സിലാവുന്നൊരു ഭാഷയിൽ സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്നേഹത്തിൻ്റെ ഒരു മുഖവും ഇല്ല എന്നുള്ളത് മാഷ് പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ധാർഷ്ട്യം അത് പിണറായി വിജയൻ്റെ ഒരു ശൈലിയിലും ഉണ്ട്. ആ ധാർഷ്ട്യം അത് MV ഗോവിന്ദനിലും ഉണ്ട്. അത് പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ വരെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അത് ആ ധാർഷ്ട്യം തന്നെയാണ് ഇപ്പോൾ ഈ പരാജയത്തിനൊരു കാരണം. പക്ഷെ പിണറായിക്കുള്ളൊരു ഗുണമുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇപ്പോൾ പിണറായിയെ വിളിക്കുന്നു, രാവിലെ വിളിക്കുന്നു. പക്ഷെ പിണറായിക്ക് ഫോൺ എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. വൈകുന്നേരം വിളിക്കും, മാഷ എന്താ വിളിച്ചതെന്ന് ചോദിച്ച് ശരി നോക്കാം എന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കും. ആ ഒരു ക്വാളിറ്റി പിണറായിക്കുണ്ട്. അതൊന്നും ഇയാൾക്കില്ല. അയാൾ പിണറായി ഇയാളെ താഴ്ത്തപ്പെടുത്താനേ പറ്റില്ല. മാഷ് പോകാൻ തീരുമാനിച്ചപ്പോൾ പിണറായി വിളിച്ചോ? പോകരുത്. ഇല്ല. കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവാണ് മാഷ്. അതുപോലെ കണ്ണൂരിൽ നിന്നുള്ളൊരു മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും തടയേണ്ടത് പിണറായിയുടെ ഉത്തരവാദിത്തമായിരുന്നില്ലേ? പക്ഷേ പിണറായി വിളിച്ചിട്ടില്ല. പിണറായി വിളിച്ചിരുന്നെങ്കിൽ പോവില്ലായിരുന്നു.
അത് തികച്ച് സാങ്കല്പികമായ ഒരു ചോദ്യമാണല്ലോ. എന്നാലും പിണറായി അത് വിളിച്ചിട്ട് അല്ല, പിണറായി അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. പിണറായി അന്നൊരു നോ മാത്രമല്ല പിണറായിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നെങ്കിൽ മാഷ് പോകില്ലായിരുന്നു എന്ന് അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിയില്ല. കിട്ടിയിട്ടുണ്ടെങ്കിലേ അത് പറയേണ്ടതുള്ളൂ. പിണറായി വിളിക്കുമെന്ന് മാഷ് പ്രതീക്ഷിച്ചിരുന്നു അല്ലേ? ഞാനങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഈ തീരുമാനം വന്നപ്പോൾ ഇനി പിണറായി വിളിച്ചാലും, പിണറായി വിളിച്ചിട്ടില്ല, വിളിച്ചാലും എന്ന് പറയുന്നതിന് കാര്യം അർത്ഥമില്ല. ഒരു കോൾ പ്രതീക്ഷിച്ചിരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ അത് ചെയ്യേണ്ടത് കാലം ബന്ധമുണ്ടല്ലോ. ആക്ച്വലി അത് ചെയ്യേണ്ടത്, വിളിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം എനിക്ക് ഉണ്ടെന്ന് കാണുമ്പം എന്നെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ ചെയ്യേണ്ടത് പിണറായിയുടെയൊക്കെ കടമയാണ്. അതവർ ചെയ്തിട്ടില്ല. എന്തെങ്കിലും പറയാം, അവർക്ക് എന്താ പറയാൻ പറ്റുമായിരുന്നു? പാർട്ടി ആണെങ്കിൽ പറയാൻ പറ്റുമോ? MP ഒന്ന് മാർക്ക് പറയാൻ പറ്റുമോ? സംസ്ഥാന സെക്രട്ടറി അയാൾ, ഞാൻ ഈ പ്രശ്നം ഗോവിന്ദ മാഷായി സംസാരിച്ചു, ഗോവിന്ദ മാഷ പിന്തിരിയാൻ തയ്യാറായിട്ടില്ല എന്ന് പറയാനൊക്കെ പറ്റുമോ? പിണറായിക്ക് പറയാൻ പറ്റുമോ? മാഷോട് സംസാരിച്ചിരുന്നു, അല്ലെങ്കിൽ മാഷ് എന്നിട്ടും പിന്തിരിഞ്ഞിട്ടില്ല എന്ന് പിണറായിക്ക് പറയാൻ പറ്റുമോ? യഥാർത്ഥത്തിൽ അവരെന്നെ വിളിച്ചിരുന്നെങ്കിൽ, എന്നിട്ട് ഞാൻ പിന്തിരിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് അത് പറയാമായിരുന്നല്ലോ. ആരെങ്കിലും വിളിച്ചിരുന്നു പാർട്ടിയിൽ? ആകെ സംസാരിച്ചത് ഞാൻ ഈ MP ജയരാജനോടും P ജയരാജനും. MP ജയരാജൻ പറഞ്ഞ മാഷ കാണാം, ആയിക്കോട്ടെ, ഞാൻ ഈ പാർട്ടി ഓഫീസിൽ കേട്ടിട്ടുണ്ടാവില്ല, ഞാനാണ് ആ പാർട്ടി ഓഫീസർക്ക് നേതൃത്വം കൊടുത്തത്. ഒരു 1.5 കൊല്ലം കൊണ്ട് ആ പാർട്ടി ഓഫീസ് എടുത്ത് ഞാനാണ് നേതൃത്വം കൊടുത്തത്. ആ പാർട്ടി ഓഫീസിൽ, ഞാൻ പറഞ്ഞു ഞാൻ ഓഫീസിലേക്ക് വരാം. ഓഫീസിൽ പോയി ജയരാജനുമായിട്ട് സംസാരിച്ചു. ജയരാജനോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജയരാജൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ കടും കയ്യരുത്. ഞാൻ പറഞ്ഞു, ഞാൻ പാർട്ടിയിൽ നിന്ന് പോവുകയാണ്, ഞാൻ പാർട്ടിയിൽ നിന്ന് പോവുകയാണ്, ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ, അപ്പോൾ അത് കടും കയ്യരുത് എന്ന് മാത്രമാണ് ജയരാജൻ പറഞ്ഞത്. മറ്റു ജയരാജൻ P ജയരാജനാണ്. തളിപ്പറമ്പ് ഓഫീസിൽ നിന്ന് P ജയരാജനോട് സംസാരിച്ചു. P ജയരാജനോട് സംസാരിച്ചപ്പോൾ ഞാൻ P ജയരാജനോട് പറഞ്ഞു, ജയരാജനവിടെ ചുമതലയെടുത്ത് പോയിരിക്കുക ഈ P ജയരാജൻ. ഞാൻ പറഞ്ഞു, അതപ്പതനല്ല, വേറെ എന്താണെന്ന്. ജയരാജനോട് പറഞ്ഞു, ജയരാജ, ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഞാനിപ്പോൾ ഇത് ജയരാജൻ കേട്ടിട്ടുണ്ടെന്ന് ഓർക്കുന്നുണ്ടാവും, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുക എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിയാൽ പാമ്പ് മരിക്കും, വിഷം ഇറങ്ങുമായിരിക്കും. അതാണ് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ ചെയ്യിക്കുന്നത്. കാരണം നമ്മളല്ലേ അവിടെ പ്രസംഗിച്ചത് ഈ ടീച്ചർക്കെതിരായിട്ട്. ആ കൊലപാതകം എന്ന മരണം, ആന്തൂരിലെ സാജൻ്റെ മരണം എന്തായിരുന്നു ആന്തൂരിലെ പാർട്ടി അന്നത്തെ അവസ്ഥ? അത് ശമിപ്പിക്കാൻ വേണ്ടി നമ്മളല്ലേ ഇടപെട്ടത്. ഞാനൊക്കെ ചുമതലയാന്ന്. എന്നിട്ട് അവിടെ പൊതുയോഗം വെച്ചു. P ജയരാജൻ ജില്ലാ സെക്രട്ടറിയാണ്. ജയരാജനോട് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? ഇതിൻ്റെ പേരിൽ നടപടിയെടുക്കും. അപ്പോൾ ജനങ്ങൾ അല്പം ആശ്വാസം ഉണ്ടായി, നടപടി ഉണ്ടാവുമല്ലോ. അത് കേട്ട് നമ്മളും എല്ലാം അതിൻ്റെ ചോട് പിടിച്ച് പ്രസംഗിച്ചു. ആർക്കെതിരെയാണ് നടപടി? P ജയരാജനിൽ വന്നു. അതേ ജയരാജനെ കൊണ്ട് ജയരാജന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനം പോയതൊന്നും അങ്ങനെ യാദൃശ്ചികമായി പോയതല്ല. ഇതെല്ലാം ഒരു കാരണമായിരിക്കും. ഇതെല്ലാം ഇയാളെ ഒഴിവാക്കണം എന്ന് ചില ആളുകൾക്ക് ബോധപൂർവമായ ചിന്തയുണ്ടെന്ന് വേണം കരുതാൻ. കാരണം അത് പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ ജയരാജൻ്റെ പേരിൽ നടപടിയെടുത്തല്ലോ. പിന്നെ ജയരാജനെ മത്സരിപ്പിച്ചു, പല ജില്ലാ സെക്രട്ടറിമാരും മത്സരിപ്പിച്ചു, പലരും തോറ്റപ്പോൾ അവരെല്ലാം ജില്ലാ സെക്രട്ടറിയായി. ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയില്ല. ആരുടെ തീരുമാനമായിരുന്നു അതൊക്കെ? ജയരാജനെ ഞാൻ കരുതുന്നത് ഈ P ജയരാജനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ശത്രുത കൂടുതൽ ആർക്കാണ്? അത് എനിക്ക് പറയാൻ കഴിയില്ല. പിണറായി വിജയനാണോ? അത് എനിക്ക് പറയാൻ കഴിയില്ല. അതെനിക്ക് എന്തായാലും P ജയരാജനും ഇടക്കാലത്ത് പിണങ്ങി പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരുന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തെ പിണറായി വിളിച്ച് അനുനയിപ്പിച്ചെന്നു. അതെ, അത് P ജയരാജൻ വലിയ നേതാവല്ലേ. പിണറായിയുടെ ഒന്നും കണ്ണിൽ ഞാൻ അത്രയൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് ഇയാൾ പോയാൽ ഇവരൊക്കെ ധരിച്ചത് എന്താണെന്ന് ധരിച്ചാൽ ഈ മാഷ് പോയാലൊന്നും നോക്കാൻ ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല. എന്നെ അവരൊക്കെ അത്രയൊന്നും ഒരു എന്താ പറയുക, ഈ 60 കൊല്ലമായി പിണറായി വിജയൻ ജില്ലാ സെക്രട്ടറി ആകുമ്പോൾ ഞാൻ ഏരിയ സെക്രട്ടറി ശ്രീകണ്ഠ അവർക്കുണ്ട്. അത്രയും പാർട്ടിയുടെ പ്രവർത്തനമുണ്ട്. അവരെ എന്നെ ആ രീതിയിൽ അവർക്കൊക്കെ ഒരു മറുപടിയാണ് ഈ ജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതെ. എന്നെ അവഗണിച്ചതിൻ്റെ ഏറ്റവും വലിയൊരു മറുപടി തന്നെയാണ്. ഞാൻ അവഗണിക്കപ്പെട്ട ഒരാളായിരുന്നില്ല എന്നാണ് തളിപ്പറമ്പിലെ വോട്ടർമാർ വിധി കൽപ്പിച്ചത്. കാരണം എന്താ വെച്ചാൽ ചെറിയ വോട്ടല്ല അവിടെ എനിക്ക് അനുകൂലമായി വന്നത്. പാർട്ടി കേന്ദ്രങ്ങളാണ് പൊളിഞ്ഞത്. ചെപ്പാരപ്പട പഞ്ചായത്തിൽ അവരെ UDFൻ്റെ പഞ്ചായത്താണെങ്കിൽ ഭൂരിപക്ഷം കൂടി ഗോവിന്ദമാഷ് കിട്ടിയതിനേക്കാളും. പരിയാരം പഞ്ചായത്ത് ഇപ്പോഴും CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ 1700 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. കുറുമാത്തൂർ പഞ്ചായത്ത് പാർട്ടിയുടെ കോട്ടയാണ്. 2200 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. തളിപ്പറമ്പിൽ, പയ്യന്നൂരിലും അത് തൃക്കരിപ്പൂരിൽ ഈ പറയുന്ന ചീമേനിയൊക്കെയുള്ള സ്ഥലമാണ്. അതെ, തൃക്കരിപ്പൂരിൽ ഇതെല്ലാം അടിച്ചിട്ടുണ്ടാവും. കാരണം ഈ പാർട്ടിയിൽ നടക്കുന്ന ഈ ജീർണതക്കെതിരായി ഈ പാർട്ടി അണികളിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു തിരിച്ചുവരവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, പ്രത്യേകിച്ച് CPM-ന് ഒരു തിരിച്ചുവരവ് സാധ്യമാണോ? അതിനെന്ത് മാറ്റമാണ് മാഷ് പ്രതീക്ഷിക്കുന്നത്? CPM-ന് തിരിച്ചു വരാനൊക്കെ സാധിക്കും. പക്ഷേ CPM നേതാക്കന്മാരുടെ ശൈലി മാറണം, രീതി മാറണം, ധാർഷ്ട്യം മാറണം.
ജനങ്ങൾക്കിടയിൽ പോയി ജനങ്ങളെ സേവിക്കാൻ വിനയത്തോടെ സ്നേഹത്തോടെ ജനങ്ങളോട് പെരുമാറാൻ പാർട്ടി നേതൃത്വത്തിന് സാധിക്കുമെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം ഇനിയും വീണ്ടെടുക്കാൻ അവർക്ക് കഴിയും. ശൈലി മാറ്റം എന്ന് പറയുന്നത് നേതൃമാറ്റം കൂടിയല്ലേ മാഷ്? നേതൃമാറ്റം വേണം. ശൈലി മാത്രം പറയാം. ഈ നേതൃത്വം ശൈലി മാറ്റം എന്നുള്ള വിശ്വാസക്കാരനല്ലേ. സമ്മേളനത്തിലല്ലാതെ നേതൃമാറ്റം പാർട്ടിക്ക് സ്വാഭാവികമായി അതൊക്കെ പാർട്ടിക്ക് ഏത് കമ്മിറ്റിക്ക് തീരുമാനമെടുക്കുന്നത്? ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൈവം കൊടുത്തേക്കുന്നൊന്നും അല്ലല്ലോ. ഇവിടെ തീരുമാനിക്കുന്നതല്ലേ. പാർട്ടി തീരുമാനിക്കുന്നത് ഇന്നയാൾ ഇന്നത്തെ കാര്യങ്ങളിൽ ഇന്നയാളല്ല വേണ്ടത് തീരുമാനിച്ചാൽ ആ പാർട്ടി കമ്മിറ്റിക്ക് ഒരാളെ തീരുമാനിക്കാനോ? ഇത് ദൈവം കൊടുത്തേക്കുന്നതല്ലോ. രണ്ട് പേരുകൾ പാർട്ടിയിൽ ഉയർന്നു കേൾക്കുന്നു. ഒന്ന് പി ജയരാജന്റെ പേരാണ്, മറ്റൊന്ന് സ്വരാജിന്റെ പേരാണ്. മാഷി ഈ ശൈലി മാറ്റം വരുമ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് അനുയോജ്യരാണെന്ന് കരുതുന്നത്? അല്ല, അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല. കാരണം അതൊന്നും പിന്നെ അതെല്ലാം പത്രങ്ങളിലും മറ്റും മാധ്യമങ്ങളൊക്കെ അതൊരു മാധ്യമ നേതൃമാറ്റം എന്ന് പറയുമ്പോൾ മാറി എന്ന് തോന്നലുണ്ടാവാൻ ഇവരിൽ ആരെങ്കിലും ഒരാൾ വന്നാൽ പറ്റുമോ? അതുകൊണ്ട് മാത്രം പറ്റുന്ന എനിക്ക് വിശ്വാസം. ഇവരാരെങ്കിലും വന്നാൽ ഇതാകെ മാറ്റിക്കളയാൻ കഴിയുന്നുള്ളൊരു വിശ്വാസം എനിക്കില്ല. അത് പാർട്ടിയെ നയിക്കാൻ സംഘടനാ രീതിയിൽ ഈ പറയുന്ന രീതിയിൽ എന്തുകൊണ്ട് ഈ തോൽവി ഉണ്ടായി, എന്തുകൊണ്ട് പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായി, അതാണ് പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടാണ് അവിശ്വാസം ജനങ്ങൾക്ക്. നിങ്ങളുടെ പെരുമാറ്റത്തിലാണ് അവിശ്വാസം ജനങ്ങൾക്ക്. നിങ്ങളുടെ ധാർഷ്ട്യത്തിനെതിരായിട്ടാണ് വിശ്വാസം ജനങ്ങൾക്ക്. നിങ്ങളുടെ തീരുമാനം വരുന്നത് പാർട്ടി രീതിയിലല്ല, കുറച്ചാളുകൾ ചേർന്നെടുക്കുന്ന തീരുമാനമാണ്. ഒരു കോക്കസിന്റെ കയ്യിലാണ് പാർട്ടി നശിക്കണമെന്ന് ആഗ്രഹമില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്ന ആളല്ല. കമ്മ്യൂണിസ്റ്റായി തുടരുന്നു. തീർച്ചയായും ഞാൻ കമ്മ്യൂണിസ്റ്റായി തുടരും. കമ്മ്യൂണിസ്റ്റായി തുടരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാവണമെന്നൊന്നുമില്ല. ഏതെങ്കിലും കാലത്ത് ഈ ശൈലിയൊക്കെ മാറി CPM-ലേക്ക് തിരിച്ചു പോകണം എന്നൊരാഗ്രഹിക്കും. അല്ല, അതിലെ ഒരു ആ ചോദ്യത്തിന് ഉത്തരവില്ല. കാരണം എന്താ വെച്ചാൽ അതൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ പാർട്ടി മാറിയാൽ അതൊരു സാങ്കല്പികം. അങ്ങനെ പാർട്ടി അങ്ങനെ മാറാൻ MV രാഘവൻ, KR ഗൗരിയമ്മയെ പോലുള്ള വലിയ ആളുകൾ അവരൊക്കെ പാർട്ടിയെ തിരുത്തിക്കൊണ്ട് പോയ ആളുകളാണ്. അവർ പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടി തിരുത്തിയിട്ടുമുണ്ട്. അവസാന കാലത്ത് അവരൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ മനസ്സ് കാണിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാന കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരാഗ്രഹം എന്തായിരിക്കും എന്ന് വെച്ചാൽ അവസാനം ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് മരിക്കുക എന്നാണ്. ഞാൻ എന്നെയൊക്കെ തീരുമാനിച്ചു ഞാൻ കമ്മ്യൂണിസ്റ്റായിട്ട് തന്നെ മരിക്കും. CPM ആയി മരിക്കണമെന്നില്ല, കമ്മ്യൂണിസ്റ്റ് CPM ആവണമെന്നില്ല. ലോകത്ത് എത്ര പാർട്ടികളുണ്ട് ഓരോ രാജ്യത്തും? ഇന്ത്യയിൽ എത്ര പാർട്ടിയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ? ഇന്ത്യയിൽ ഒട്ടേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്, ഒരു പാർട്ടി മാത്രമൊന്നുമല്ല. അതുപോലെ കമ്മ്യൂണിസ്റ്റ് ആവാൻ CPM ആവണമെന്നില്ല. മനസ്സിലായില്ലേ? CPM തിരുത്തി ഒക്കെ വരികയാണ് എങ്കിലല്ലേ ആ പ്രശ്നം ഉന്നയിക്കുന്നത്. തിരുത്തുന്നു എന്നുള്ള വിശ്വാസക്കാരനല്ല ഞാൻ. അല്ല, കാരണം എന്താ വെച്ചാൽ ഒട്ടേറെ തിരുത്തലിൻ്റെ ചരിത്രമുണ്ട്. ഒരു തിരുത്തലും നടത്തി. MV രാഘവനൊക്കെ പോയപ്പോൾ ഉണ്ടായൊരു നഷ്ടമുണ്ടല്ലോ, വലിയ നഷ്ടം പാർട്ടി. അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അതെ അല്ലേ? അന്ന് MV രാഘവനോടൊപ്പം നിന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, പാർട്ടിയിൽ പോകാത്ത ആളുകൾ. അന്ന് അന്ന് MV രാഘവൻ്റെ ആശയത്തോട് യോജിച്ചവനാണ് ഞാനും. MV രാഘവനോടൊപ്പം എന്നോട് അത്രയും സ്നേഹമാണ്, നല്ല ബന്ധമാണ് MVR-ഉമായിട്ട്. ഈ പ്രശ്നം വന്നപ്പോൾ MVR-യുടെ ആശയത്തോട് യോജിച്ച ഒരാളാണ് ഞാനും. ഗോവിന്ദ മാഷൊക്കെ അത് കഴിഞ്ഞപ്പോൾ സ്ഥലം വിട്ട ആളാണ്. പലരുണ്ട്, ഞാൻ അവരും പേരൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ ആ ആശയത്തോടൊപ്പം നിന്ന ആളാണ്, MV രാഘവൻ്റെ ആശയത്തോടൊപ്പം നിന്ന ആളാണ്. പക്ഷെ പാർട്ടി സമ്മേളനത്തിൽ ഒരു തീരുമാനം വന്നല്ലോ. ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നെ അതാണ് പാർട്ടി തീരുമാനം, പിന്നെ എൻ്റെ ആശയമല്ല. അപ്പോൾ MV രാഘവൻ്റെ നിലപാടിനെതിരായി പാർട്ടി തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നീട് MV രാഘവൻ്റെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പറ്റില്ല. പിന്നെ പാർട്ടി തീരുമാനമാണ്. ഞാനെന്ത് ചെയ്തു? ആ പാർട്ടി തീരുമാനത്തോടൊപ്പം നിന്നു. പലരും എന്ത് ചെയ്തു? MV രാഘവൻ്റെ ആയപ്പോൾ നിന്നിട്ട് പലരും നാട് വിടാനും പണിയും മുടക്കാനും പാർട്ടിയിൽ നിന്ന് ഒഴിവാനും ഒക്കെ തയ്യാറായി. മനസ്സിലായില്ലേ? അവരൊക്കെ ഇപ്പോഴും പാർട്ടിയിലുണ്ട്. അവരൊക്കെ ഇപ്പോൾ വലിയ പാർട്ടി സ്ഥാനത്തേക്ക് തിരിച്ചു വന്നു. ഞാൻ അന്നും പാർട്ടി തീരുമാനം എടുത്തപ്പോൾ ഞാൻ ഏരിയ സെക്രട്ടറിയാണ്. ആ പാർട്ടിയോടൊപ്പം നിന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊരു നടപടി ഉണ്ടായിട്ടില്ല. പലരെയും പറ്റി നടപടി ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീട്ടിലൊരു നടപടി എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ പാർട്ടി സംഘടനാ രീതി വിട്ടുകൊണ്ടുള്ള കളി ഞാൻ അന്ന് കളിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു നടപടി എൻ്റെ വീട്ടിൽ ആ ഘട്ടത്തിൽ എടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ MVR-യുടെ ആശയത്തോടൊപ്പമാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ പാർട്ടി തീരുമാനം മറിച്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും പലരും പാർട്ടിയോടൊപ്പം നിന്നു, ഞാനും പാർട്ടിയോടൊപ്പം. ഈ CPM-നെ തിരുത്താൻ വേണ്ടി പുറത്തു വരുന്ന എല്ലാവരും UDF-നെ ശക്തിപ്പെടുത്തുകയാണ്, ലീഗിനെ ശക്തിപ്പെടുത്തി. നിങ്ങൾ ഇതുവരെ എതിർത്തുകൊണ്ടിരുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ അവരെ ബലപ്പെടുത്താനാണ് ഇത് സഹായിക്കുന്നതെന്നൊരു തോന്നലില്ല? MVR-ഒക്കെ പുറത്തു പോയപ്പോൾ അങ്ങനെ തോന്നിയിരുന്നില്ല? അല്ല, MVR പുറത്തു പോയത് അവർ ഇതേപോലെ ചില സംഘടനാ പ്രശ്നത്തെ തുടർന്ന് പുറത്തു പോയതാണ്. ഇന്ന് പാർട്ടിയിൽ അന്ന് ഒരു അയവേറിയ സമീപനക്കാരൻ MVR-ഓട് സ്വീകരിച്ചിരുന്നെങ്കിൽ MVR പുറത്തു പോവില്ല. അന്ന് EMS-ൻ്റെ സംഘടനാപരമായിട്ടുള്ള കർശന നിലപാട് തന്നെയാണ് അന്ന് അങ്ങനെ വേണ്ടി വന്നത്. ഇന്നൊക്കെ പലരോടും സ്വീകരിച്ച നിലപാട് പോലെ സ്വീകരിക്കുകയാണെങ്കിൽ MVR ഈ പാർട്ടിയിൽ ഉണ്ടാവും. ഈ തിരുത്തലുകൾ സഹായിക്കുന്നത് കോൺഗ്രസിനെയും ലീഗിനെയും ഒക്കെ ആണെന്ന് തോന്നുന്നില്ല? കോൺഗ്രസിനെയും ലീഗിനെയും സഹായിക്കുന്നില്ല, സ്വാഭാവികമാണല്ലോ. ഒരു പാർട്ടി, ശക്തമായ ഒരു പാർട്ടി, കോൺഗ്രസ് വിരുദ്ധ പാർട്ടി ഇവിടെ ഉണ്ടാവുകയും ആ കോൺഗ്രസ് വിരുദ്ധ നിലപാടെടുക്കുന്ന പാർട്ടി ദുർബലപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഗുണാർക്കുണ്ടാവുക.
അത് കോൺഗ്രസിനുണ്ടാവുക. കോൺഗ്രസിന് മാത്രമല്ല, ഇത്തവണ CPM ഇന്ന് വോട്ടുകൾ BJP-യിലേക്കാണ് പോയിരിക്കുന്നത്. അതും വോട്ടുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട്. കുറേ വോട്ട് പോയിട്ടുണ്ടാവും. അതിലിപ്പോൾ ഞാൻ ഭയപ്പെടുന്നത് കേരളത്തിൽ ഇതേ പോക്ക് പോയാൽ ഒരു ബംഗാൾ മാതൃക BJP ശക്തിപ്പെടാനാണ് സാധ്യത കാണുന്നത്. അത് വളരെ അപകടകരമാണ് നമ്മുടെ നാട്ടിന്. മനസ്സിലായില്ല? അത് ബംഗാളിലെ CPM-ന്റെ ഒരു ഗതി സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പാർട്ടി തിരുത്തുന്നില്ലെങ്കിൽ, പാർട്ടി തിരുത്തി ജനങ്ങളിലാകെ ഒരു വിശ്വാസ്യത, പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള തകർച്ചയ്ക്ക് വിശ്വാസ്യത പാർട്ടി നേതൃത്വവും പാർട്ടിയും തിരിച്ചു പിടിക്കുന്നില്ലെങ്കിൽ ബംഗാളിൻ്റെ മാതൃകയിൽ കേരളത്തെ ഈ തിരുത്തലെ തെരഞ്ഞെടുപ്പിന് മുൻപ് പലരും പറഞ്ഞിരുന്നു പിണറായി വിജയൻ മാറിയെന്ന്. ഇപ്പോൾ KK ശൈലജയൊക്കെ പോലെ ഒരാൾ ഈ തെരഞ്ഞെടുപ്പ് നയിച്ചാൽ ചിലപ്പോൾ ഇത്രയും വലിയൊരു പരാജയം ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ KK ശൈലജയെ കൊണ്ടുപോയി പേരാവൂരിൽ മത്സരിപ്പിച്ച് പരാജയപ്പെടുത്തേണ്ടായിരുന്നു. അങ്ങനെ ഒരു ഒതുക്കലുണ്ടായോ പാർട്ടിയിൽ ശൈലജ ടീച്ചറെ സംബന്ധിച്ച്? ഞാൻ അങ്ങനെ തന്നെ കരുതുന്നത്. അതായത് പിണറായി വിജയൻ എല്ലാ ശ്യാമള ടീച്ചർ നയിച്ചാൽ വേറൊരാൾ നയിച്ചതിനെ കൊണ്ടൊന്നും പാർട്ടി എടുക്കുന്ന ഒരു നയമാണ്, ഒരു നിലപാടാണ് പ്രശ്നം. അതിലാണ് മാറ്റം വരേണ്ടത്. അതിലാണ് പാർട്ടിയിൽ ചർച്ച ചെയ്തിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നുപോലും തിരുത്തിയിട്ടില്ല. ശൈലജ ടീച്ചറെ ഒതുക്കാനുള്ള ശ്രമം നടന്നു. ശൈലജ ടീച്ചറെ അവിടെ മത്സരിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ടീച്ചറോട് പറയുന്നത് നിങ്ങളെവിടെ മത്സരിക്കരുത്, ടീച്ചറെ നിങ്ങളെവിടെ മത്സരിക്കരുത്. പക്ഷേ സെക്രട്ടേറിയറ്റ് പറഞ്ഞു, സെക്രട്ടറി ടീച്ചറോട് പേഴ്സണലും പറഞ്ഞു മത്സരിക്കരുത്. കാരണം എന്താ, പേരാവൂർ മത്സരിച്ച ടീച്ചർ ജയിക്കില്ല. കാരണം അവിടുത്തെ സ്ഥിതി വെച്ച് ജയിക്കില്ല. പിന്നെ ടീച്ചറെ ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെയല്ല മത്സരിപ്പിക്കേണ്ടത്. എന്തിനാണ് ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റിയത്? അതെ, ടീച്ചറെ MLA ആക്കണമെങ്കിൽ എന്തിന് മട്ടന്നൂരിൽ നിന്ന് മാറ്റി? MLA ആക്കാൻ വേണ്ടിയല്ലാന്ന് ഉറപ്പാവില്ല. പിന്നെ പറയുന്നത് എന്താ, ആ മണ്ഡലം പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രായമുള്ള ടീച്ചറെയാണ് മണ്ഡലം പിടിക്കാനാക്കേണ്ടത്? യുവാക്കളെ അവിടെ കൊണ്ടുപോയി യുവാവിനെ DYFക്കാരനെ അവിടെ കൊണ്ടിടുക, എന്നിട്ട് മണ്ഡലം പിടിക്കാൻ വേണ്ടി അവിടെ ഉണ്ടാക്കുക. അതിന് പകരം എന്താ, ഈ ഉറച്ച മണ്ഡലത്തിൽ DYFക്കാരനെ കൊണ്ടിട്ടു. ഫലം എന്താ, വോട്ട് കുത്തനെ ഇടിഞ്ഞു. ടീച്ചറെ കൊണ്ടുപോയിട്ട് അവിടെ ടീച്ചറെ തോൽപ്പിക്കുകയും ചെയ്തു. മട്ടന്നൂർ വോട്ട് കുറയുകയും പേരാവൂർ തോക്കുകയും ചെയ്തു. നിങ്ങൾ നോക്കണം, ഈ പാർട്ടി ഇമാതിരി ബ്ലണ്ടറല്ലേ ചെയ്തിരിക്കുന്നത്. ഇത് തിരുത്തണ്ടേ? ഇവർ തിരുത്തോ? എനിക്കറിയില്ല. ഇനി അതല്ല, ടീച്ചറെ നിർത്തി. ഈ പാർട്ടിക്ക് എന്താ വാശി വേണ്ടത്? ടീച്ചർ ജയിപ്പിക്കണം എന്നാണ് അല്ലേ? ടീച്ചർ ജയിച്ചാൽ ആരാ നോക്കുക? KPC പ്രസിഡന്റാണ് നോക്കുക. അപ്പോൾ ഈ പാർട്ടിയുടെ കേന്ദ്രീകരണം മുഴുവൻ എവിടെയാണ് വേണ്ടത്? പേരാവൂരല്ലേ? ഉണ്ടായോ? തിരിഞ്ഞു നോക്കിയോ അങ്ങോട്ട് ആരെങ്കിലും? പേരാവൂർ ജയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നില്ല. തിരിഞ്ഞു നോക്കിയോ? MP നമ്മൾ സംസ്ഥാന സെക്രട്ടറി മുഴുവൻ കേന്ദ്രീകരിക്കുന്നില്ല തളിപ്പറമ്പിൽ. വീട് വിടാതെ കയറാനും മുഴുവൻ ആളെയും ഫോൺ ചെയ്തിട്ട് കാര്യങ്ങൾ പറയുകയും എല്ലാ കാര്യവും നോക്കുന്ന ആരാ? ഗോവിന്ദ മാഷ്. മറ്റൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ, വേറൊരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ, ഇവരെല്ലാം കേന്ദ്രീകരിക്കുന്നു തളിപ്പറമ്പിൽ. എവിടെ? തളിപ്പറമ്പിൽ. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണിത്? ഈ വലിയ മനുഷ്യനാണല്ലോ അവിടെ KPC പ്രസിഡന്റ്, പാർട്ടിയുടെ ഏറ്റവും വലിയ, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായ KPC പ്രസിഡന്റ് തോൽപ്പിച്ചാലല്ലേ? അതല്ലേ നിങ്ങൾക്ക് വാശി വേണ്ടത്? അവിടെ പേരാവൂരിൽ കൊണ്ടുപോയി തോൽപ്പിച്ചു. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇല്ലെങ്കിൽ ടീച്ചറെ ജയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചറെ തലപ്പിൽ നിർത്തിക്കൂടെ? ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ടീച്ചർ ജയിക്കാനേ പാടില്ല എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ആഗ്രഹം. കാരണം ടീച്ചർ ജയിച്ചാൽ ഇവർക്ക് പ്രസക്തി ഉണ്ടാവും. ടീച്ചർക്ക് ഒരു ഇമേജ് പിണറായിയേക്കാൾ കൂടുതലൊക്കെ വന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ ചർച്ച എന്തായിരുന്നു? ടീച്ചർ അങ്ങനെ ഒരു PR വർക്ക് നടത്തിയെന്നാണോ, അല്ലെങ്കിൽ ടീച്ചറുടെ ഒരു ഇമേജ് വർദ്ധിച്ചു? ഇല്ല, അതിൽ പിണറായിനേക്കാളൊക്കെ വലിയ ഇമേജ് ടീച്ചർക്ക് ഉണ്ട്. അങ്ങനെ എന്താ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കല്ല. പിണറായിൻ്റെ ഒന്നും നിലയിൽ താരതമ്യപ്പെടുത്താൻ ടീച്ചറായി എന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം പിണറായി വലിയ നേതാവ് തന്നെയല്ലേ. എത്ര പാർട്ടി സെക്രട്ടറി ആയിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിട്ടും സംസ്ഥാന സെക്രട്ടറി ആയിട്ടും ഒക്കെ പ്രവർത്തിച്ച പാർട്ടിയെ നയിച്ച ആളല്ലേ പിണറായി. ആ പിണറായി ആയിട്ട് താരതമ്യം ചെയ്യാൻ ടീച്ചർ ആ രീതിയിൽ പാർട്ടിയിൽ ഉള്ള ആളാണ്. പിണറായിയോട് ഇപ്പോഴും ഒരു ആത്മബന്ധവും ഒരു ആരാധനയൊക്കെ ഉണ്ട്. അത് എനിക്ക് പല രാഷ്ട്രീയ നേതാക്കന്മാരും ഉണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരോട് ആരാധനയല്ല, അവരൊരു അംഗീകാരമാണ്. അതിലിപ്പോൾ പിണറായിയോട് എനിക്ക് ആ രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള, പിണറായിയോട് ഇത്രയും ബന്ധമുള്ള, CPM-നോട് ഇത്രയും ആത്മബന്ധമുള്ള, CPM-ന് ഇത്രയും അനുഭവ പരിചയമുള്ളൊരു നേതാവിനെ ഈ ഒരു മറുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ഒരു ബ്രില്യൻസ് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. KC വേണുഗോപാലാണോ VD സതീശനാണോ മാഷോട് ഇക്കാര്യം സംസാരിച്ചത് ആദ്യം? അല്ല, അതിൽ ഞാൻ ഈ നിലപാടെടുത്തപ്പോൾ ഞാൻ ഒരാളുമായും ചർച്ച ചെയ്തിട്ടില്ല. മാഷ് ഇങ്ങോട്ട് ഒരാളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ നിലപാട് വെച്ച് ഞാൻ പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയപ്പോഴാണ് പല UDF നേതാക്കന്മാരും ആദ്യം വിളിച്ചിട്ടുള്ളത്. എന്നെ വിളിച്ചിട്ടുള്ളത് KPC പ്രസിഡന്റ് വിളിച്ചിട്ടുണ്ട്. ഞാനും അദ്ദേഹം വളരെ ചെറുപ്പത്തിലേ ഒന്നിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. ഞങ്ങൾ വളരെ സുഹൃത്തുക്കൾ വന്നു. KC വേണുഗോപാലായിരുന്നു. KC വേണുഗോപാൽ, കുഞ്ഞാലിക്കുട്ടി ഒക്കെ വിളിച്ചിട്ടുണ്ട്. UDF-ന്റെ ഒരു പിന്തുണ. അപ്പോൾ മാഷ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ UDF-ന്റെ പിന്തുണയാണ്. KC ആരെങ്കിലും വ്യക്തിപരമായ പിന്തുണ UDF-ന്റെ പിന്തുണ ഉണ്ടാവും. ഇവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചു എന്നോട് പറഞ്ഞു, മാഷ് ഉറച്ചത് ഞാൻ പിന്തുണ, ഞാൻ എല്ലാ സഹായം എൻ്റെ ഭാഗത്തുണ്ടാവും. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, K. സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, മാഷെ
എൻ്റെ എന്താവശ്യത്തിന് വിളിച്ചോ എൻ്റെ എല്ലാ സഹായവും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള UDF നേതാക്കന്മാരെല്ലാം വളരെയധികം സഹായം നൽകിയിട്ടുണ്ട്, നല്ല പിന്തുണയും നൽകിയിട്ടുണ്ട്. ഇതിനേറെ പിന്നെ നമ്മുടെ പാണക്കാട് തങ്ങൾ എന്നെ ഞാൻ തങ്ങളെ കണ്ടപ്പോൾ തങ്ങൾ എന്നെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പറഞ്ഞു മാസ്റ്റർ ജയിച്ചിരിക്കുന്ന. അപ്പോൾ ആ ഒരു അയാളൊരു പരിപാടിക്ക് വന്നവിടെ ഞാൻ പറഞ്ഞു ഞാൻ വരും തളിപ്പറമ്പിൽ. അദ്ദേഹം ഒരു പരിപാടിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പരിപാടിക്ക് അദ്ദേഹം വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നേതാക്കന്മാരുടെയൊക്കെ പിന്തുണ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ വിജയത്തിനൊരു കാരണമായിട്ടുണ്ട്. ഇപ്പോൾ മാഷ് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തിയായിട്ടാണ് UDFനൊപ്പം നിൽക്കുന്നത്, ഇടതുപക്ഷമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഇടതുപക്ഷത്തിൻ്റെ മുഖമായി മന്ത്രിസഭയിൽ ഒരാൾ എന്നിപ്പോൾ MV രാഘവനും KR ഗൗരിയമ്മയും ഒക്കെ UDF മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു പൊസിഷൻ പ്രതീക്ഷിക്കാവോ? അല്ല, ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് അവർ തീരുമാനിക്കേണ്ട. കോൺഗ്രസ് UDF തീരുമാനിക്കേണ്ടതാണ്. അങ്ങനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വിട്ടുവന്ന് ഇപ്പോൾ ജയിച്ചു വന്ന ആളുകൾ ഒരു പരിഗണന കൊടുക്കണം എന്നെല്ലാം തീരുമാനിക്കേണ്ടത് UDF സംവിധാനമാണ്. അതിൽ നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ആഗ്രഹത്തിൻ്റെ അല്ല. പക്ഷേ കണ്ണൂർ പോലൊരു സ്ഥലത്ത് പാർട്ടി കേന്ദ്രങ്ങൾ ഇത്രയും ഇളക്കമുണ്ടായി നിൽക്കുമ്പോൾ അതിനൊരു തുടർച്ച വേണമല്ലോ. സ്വാഭാവികമായിട്ടും മന്ത്രിസഭയിൽ സർക്കാരിലൊക്കെ ഒരു ബലമുള്ള ഒരാൾ ഇവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ കൂടി ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും അത് UDF ആണ് തീരുമാനിക്കേണ്ടത്. UDF ആണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിൽ അതിൽ തീരുമാനം എടുക്കേണ്ടത്. UDF അംഗീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, ഞാൻ അംഗീകാരമാണല്ലോ അത്. മാഷ് നേടിയ, കുഞ്ഞികൃഷ്ണനൊക്കെ നേടിയ ഒരു വിജയത്തിനുള്ള ഒരു അംഗീകാരമാണ് ഒരു മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്. അല്ല, അതിലൊരു കാര്യമുണ്ട്. ഞാൻ നേടിയ വിജയത്തിൽ UDF വളരെയേറെ അതിൽ സന്തുഷ്ടരാണ്. മാത്രമല്ല ആ നിലയിൽ തന്നെ വലിയൊരു ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ തന്നെ ഞങ്ങളുടെ ഈ വരവ് പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് UDF. ആ നിലക്കുള്ള പരിഗണനയൊക്കെ നമ്മൾക്ക് എല്ലാവരും കിട്ടുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പരിഗണന കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഇല്ല, ഞാനൊരു മന്ത്രിസ്ഥാനം കിട്ടുന്നേ പ്രതീക്ഷിക്കുന്നില്ല. ഒരു പരിഗണന വേണമല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. UDF ഞങ്ങൾ ഈ വരവ്, പ്രത്യേകിച്ച് തളിപ്പറമ്പിലും ഉണ്ടായിട്ടുള്ള വിജയം സംസ്ഥാന സെക്രട്ടറിയുടെ പരാജയമാണ് തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ള വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായിട്ടുള്ളൊരു വിജയം സ്വാഭാവികമായിട്ടും അത് ആവർത്തിക്കാനോ, അത് മറ്റ് മണ്ഡലത്തിൽ ഇപ്പോൾ തൃക്കരിപ്പൂരൊക്കെ വന്ന വിജയം എന്ന് പറഞ്ഞാൽ പയ്യന്നൂരിൻ്റെയൊക്കെ ഈ തളിപ്പറമ്പിൻ്റെയൊക്കെ അലയാണ്. ഇത് വന്നപ്പോൾ തളിപ്പറമ്പിലെ UDFന് അനുകൂലമായി പല ഘടകങ്ങളും ഉണ്ടായപ്പോൾ ഇതും ഒരു ഘടകമാണ്. തളിപ്പറമ്പ് അനുകൂലമായി മാറാനുള്ള ഒരു ഘടകമാണ്. അങ്ങനെ അനുകൂലമായി മാറാനുള്ള ഒരു ഘടകമാണ് എന്ന കാര്യം പരിഗണിച്ചുകൊണ്ട് UDF ആണ് അതിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കേണ്ടത്. ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുകയും UDF ആണ് നിലപാട് സ്വീകരിക്കേണ്ടത്. UDF അത്ര നിലപാട് UDF ആണ് സ്വീകരിക്കേണ്ടത്. കാരണം നമ്മളൊക്കെ വന്നതുകൊണ്ടുണ്ടായിട്ടുള്ള മാറ്റത്തെ UDFന് അനുകൂലമാക്കി തുടർച്ചയായ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് UDFൻ്റെ ഭാഗത്ത്. അവരത് സ്വീകരിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സ്വീകരിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനം